ദൈവത്തിൻ്റെ അതിപരിശുദ്ധനാമം ഈ സന്ധ്യാസമയത്തും അല്ലെങ്കിൽ വൈകുന്നേര സമയത്തും വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മളൊന്ന് ചിന്തിച്ചാൽ നമ്മൾ പലയിടങ്ങളിലായിരിക്കേണ്ട നമ്മളെ ഇന്നിതിനകത്ത് കൂട്ടി വരുത്തിയെങ്കിൽ തന്നെ അത് അപ്പൻ്റെ കൃപ ഇതിനകത്ത് തരുന്നതിന് വേണ്ടി തന്നെയാണ്. അപ്പൻ്റെ കൃപ ഇതിനകത്ത് ലഭിക്കുന്നതിന് വേണ്ടി തന്നെയാണ്. ഹല്ലേലൂയ. നമ്മളൊന്ന് ചിന്തിച്ചാൽ നമ്മളിങ്ങനെ ഒന്നും ആയിരിക്കേണ്ടവരല്ല, നമ്മളൊന്നും ഇങ്ങനെ നിൽക്കേണ്ടവരല്ല. നമ്മൾ കഴിഞ്ഞ ഒരാഴ്ച കാലത്ത് നമ്മൾ ചിന്തിച്ച് നോക്കി, എത്ര വലിയ അപകടങ്ങളുടെ മുൻപിൽ നിന്നാണ് നമ്മുടെ അപ്പൻ നമ്മളെ ഇവിടെ കൊണ്ട് നിർത്തിയത്. അത്ഭുതകരമായി അവൻ എന്നെ വഹിച്ചത് കൊണ്ട് ഞാനിന്നിവിടെ നിൽക്കുന്നു. എത്ര പേർക്ക് കൈയുയർത്തി പറയാൻ കഴിയും, എന്നെ അവൻ കഴിഞ്ഞ നാളുകളിൽ അത്ഭുതമായി, എന്നെ അവൻ കഴിഞ്ഞ നാളുകളിൽ ഇത്രത്തോളം സ്നേഹിച്ചത് കൊണ്ട് ഞാൻ ഇന്നിവിടെ ജീവനോടെ ഈ ഹാളിലിരിക്കുന്നു, ഞാനും ജീവനോടെ ദേശത്ത് പാർക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ എത്രമാത്രം കൃപയും കരുണയുള്ളവനാണ് നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ. റോമർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 3-ാം അധ്യായം 24-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, അവൻ്റെ കൃപയാൽ ക്രിസ്തേശുവിങ്കിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്രേ നീതീകരിക്കപ്പെടുന്നത്. എല്ലാ തലകളും ഒരു നിമിഷം വണങ്ങിയാട്ടെ. ആ വചനത്തെ എല്ലാവരുടെ ഹൃദയങ്ങളിലോട്ടും പതിഞ്ഞാട്ടെ. എത്ര സൗജന്യമായിട്ടാണ് എന്നെ അവൻ നീതീകരണത്തിലേക്ക് കൊണ്ടുവന്നത്. എത്രത്തോളം ഭംഗിയായിട്ടാണ് അവൻ എന്നെ മെനഞ്ഞിരിക്കുന്നേ. അവൻ എത്രത്തോളം എന്നെ കരുതുന്നു. അപ്പനെ, ഞാൻ അങ്ങയുടെ മുൻപിൽ നിൽക്കുവാൻ ഒരു യോഗ്യതയുമില്ലാത്തവനാണ്. അപ്പനെ, അങ്ങയുടെ വാക്ക് എടുത്ത് പറയുവാൻ പോലും എനിക്ക് ഒരു യോഗ്യതയുമില്ല. എൻ്റെ കഴിഞ്ഞ നാളുകളിൽ എത്ര വലിയ പാപമാണ് ഞാൻ ചെയ്തതെന്ന് അപ്പനെ ഞാൻ ഓർത്തു പോകുന്നു. ഞാൻ ഇന്ന് ഈ വചനം എൻ്റെ നാവ് കൊണ്ടെടുക്കുമ്പോൾ എൻ്റെ മേൽ ആ കൃപ ചൊരിഞ്ഞതിനായി സ്തോത്രം. ഹല്ലേലൂയ. ഒരിക്കൽ കൂടി ആ വചനം നമുക്ക് ഒരുമിച്ച് വായിക്കാം. അവൻ്റെ കൃപയാൽ ക്രിസ്തേശുവിങ്കിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്രേ നീതീകരിക്കപ്പെടുന്നത്. ഹല്ലേലൂയ. അതെ, സൗജന്യമായി ലഭിക്കുക നമുക്ക് കൃപ. ഹല്ലേലൂയ. അർഹിക്കാത്തവന്, അർഹിക്കാത്ത നമുക്ക് അർഹിക്കാത്ത സ്ഥാനങ്ങളിൽ അവൻ തരുന്നതാണ് കൃപ. ഹല്ലേലൂയ. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, എനിക്ക് ഈ കൃപ ലഭിക്കുവാൻ അർഹതയുണ്ടോ? എനിക്ക് ഈ വചനം എടുക്കുവാൻ അർഹതയുണ്ടോ? അങ്ങയുടെ നാമം ഉച്ചരിക്കുവാൻ എനിക്ക് അർഹതയുണ്ടോ? അർഹതയില്ലാത്തവൻ്റെ നാവിലേക്ക് അർഹതയില്ലാത്തവന് തന്നെ അർഹതയില്ലാത്ത സ്ഥാനത്തവൻ കൊടുക്കുകയാ, സൗജന്യമായി കൊടുക്കുകയാ. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ, സൗജന്യമായി റേഷൻ കൊടുത്താൽ നമ്മളിവിടെ ക്യൂ നിന്ന് വാങ്ങിക്കും. സൗജന്യമായി കൃപ കൊടുക്കാൻ പറ്റും ആർക്കും വേണ്ട. എത്രയോ പേർത്ത സൗജന്യമായി കൃപ തരാന്നാ പറയുന്നേ, ആർക്കും വേണ്ട. സൗജന്യമായി റേഷൻ കൊടുത്തു നോക്കിയേ, ചെന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ക്യൂ നിൽക്കും. സൗജന്യമായ കിട്ടുന്നേ, നിങ്ങൾക്കും സൗജന്യമായി ലഭിക്കും കൃപ. അതെ, അവനെ നിങ്ങൾ സ്നേഹിക്കുമ്പോൾ, നിങ്ങൾ അവൻ്റെ നാമം ഉച്ചരിക്കുമ്പോൾ തന്നെ ആ കൃപ നിങ്ങളുടെ മേൽ വരുമാറാകും. ഹല്ലേലൂയ. ഞാനിവിടെ നിൽക്കുന്നത് തന്നെ ഒരു വലിയ സാക്ഷിയായിട്ടാണ്. എൻ്റെ ഇന്നലകളെ ഞാൻ ചിന്തിച്ചാൽ തന്നെ ഞാനൊന്ന് വളരെ ഭംഗിയായി ഞാൻ പറഞ്ഞ, എൻ്റെ കഴിഞ്ഞ ആഴ്ച കാലം ഞാൻ വലിയൊരു അപകടത്തിൻ്റെ മുൻപിൽ നിന്ന് പുറത്തു വന്നേ. സർപ്പത്തിൻ്റെ വായിൽ നിന്ന് പുറത്തു വന്നു നിങ്ങൾ കേട്ടിട്ടേ ഉള്ളൂ. ഞാൻ സർപ്പത്തിൻ്റെ വായിൽ നിന്ന് പുറത്തു വന്നേ. അതെ പ്രിയ ദൈവമക്കളെ, ഞാൻ ഒരു വലിയൊരു സൈറ്റിൽ പോയിട്ട് ഞാൻ അവിടെ ചെന്ന് നിൽക്കുക. ഒരു സൈഡിൽ ഇങ്ങനെ ഒരു ഫുൾ കാടാണ്, അതെല്ലാം തെളിച്ചിട്ടേക്കുക. ഞാൻ ചെന്ന് അവിടെ ഇറങ്ങി മുൻപോട്ട് പോയി എല്ലാം കണ്ട് അവസാനം തീരാറായ സമയത്ത് എന്നെ ഒരുവനവിടെ കാത്തു കിടക്കുകയാണ്, പതിയിരിക്കുകയാണ്. ഇതാണ് പിശാചിന്റെ തന്ത്രം. നിന്നെ അവിടെ കാത്തിരിക്കുക, ഒരുവൻ അവിടെ കാത്തിരിക്കുന്നു. ഞാൻ കാലെടുത്ത് ചാടാൻ പോയതും ഒരുവൻ്റെ ഒരു ചീറ്റലാ കേട്ടെ. പിന്നോട്ട് നിന്ന് ആരോ ഒരു ഉടുപ്പിൽ നിന്ന് പിടിച്ച് വലിക്കുന്നത് പോലെ പിന്നിൽ നിന്നൊരു വലി. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ആരോ എൻ്റെ തോളിൽ പിടിച്ച് പിന്നോട്ട് വലിച്ചു. ചാടരുത്, നിന്നെ അവിടെ അവൻ കാത്തിരിക്കുക, പതിയിരിക്കുക. അതാ പറഞ്ഞേ, അവൻ ഇരകിട്ടാതെ വലഞ്ഞിരിക്കുന്ന സിംഹത്തെ പോലെ അവൻ അവിടെ പതിയിരിക്കുകയാ. നിന്നെ എപ്പോൾ വിഴുങ്ങാം, നിന്നെ എങ്ങനെ വിഴുങ്ങാം? നീ നിൽക്കുമ്പോൾ തന്നെ. ഹല്ലേലൂയ. ഇത് കേൾക്കുമ്പോഴേ എല്ലാവരും ഭയപ്പെട്ട് ഓടുന്നേ. അപ്പൻ്റെ നാമം എടുത്തപ്പോൾ പ്രതികൂലം, ഇതുവരെ ഇല്ലാത്ത പ്രശ്നം. പ്രിയ ദൈവമക്കളെ,
അത് എടുത്തപ്പോൾ പ്രതികൂലമുണ്ടായെങ്കിൽ അവനത് മെനഞ്ഞു തരുക തന്നെ ചെയ്യും. ഇന്ന് പ്രിയ കർത്തൃദാസ് രാവിലെ പറഞ്ഞു, അവൻ്റെ കയ്യിലിരുന്നാണ് അത് ഉടഞ്ഞതെങ്കിൽ അവനത് പണിയുക തന്നെ ചെയ്യും. അതെ, അതുപോലെ വലിയ അപകടത്തിൽ ഞാൻ പുറത്തു വന്നു. അവൻ്റെ നാമത്തിന് വേണ്ടി ഇറങ്ങി പുറത്തു വരുമ്പോൾ ഒരു വലിയ അപകടം. ഹല്ലേലൂയ. ഒരു ബസ് എൻ്റെ വാഹനത്തിലിടിച്ചു. എൻ്റെ വാഹനം പൂർണ്ണമായി തകർന്നു. അത്ഭുതകരമായി എന്നെയും എൻ്റെ വൈഫിനെയും പുറത്തു കൊണ്ടുവന്നുവെങ്കിൽ അതാ പ്രിയതമേ, ഒരു പോറൽ പോലും ഏൽക്കാതെയാ. ഒന്ന് ചിന്തിച്ചു നോക്കി, ഒരു പോറൽ പോലും ഏൽക്കാതെയാ. ഇടതുവശത്തെ ഡോറ് തകർന്നു, വലതുവശത്തെ ഡോറ് തകർന്നു, പിൻഭാഗം മൊത്തം തകർന്നു, ചെയ്സ് ബെൻഡായി, അപ്പറാമ് പോയി, വണ്ടി പൂർണ്ണമായും തകർന്നുവെന്ന് തന്നെ പറയാം. അതിനകത്തിരുന്ന എനിക്ക് ഒരു ഗ്ലാസിൻ്റെ ചില്ല് കൊണ്ടുപോലും പോറൽ വന്നില്ല എങ്കിൽ അവൻ എവിടെ ഇരുന്നാ എന്നെ കാക്കുന്നേ? അതിനകത്ത് എന്താ പഞ്ഞിയാണോ വച്ചിരുന്നേ? ഇത്രയും വലിയ എയർ ബാഗുള്ള വണ്ടിക്കകത്തല്ല ഞാൻ ഇരുന്നേ. അതിനകത്ത് ഒരു എയർ ബാഗും ഇല്ലായിരുന്നു. എയർ ബാഗ് ഇല്ലാത്ത എനിക്ക് അവൻ എയർ ബാഗ് വച്ചു തന്നു. എയർ ബാഗ് ഇല്ലാത്ത എനിക്ക് അവൻ എയർ ബാഗ് വച്ചു തരിക ചെയ്ത് ഒരു പഞ്ഞിക്കെട്ടിനകത്ത് ഇരിക്കുന്നത് പോലെ സുരക്ഷിതമായി ഞാൻ പുറത്തിറങ്ങിയെങ്കിൽ ആരും തല്ലിപ്പൊളിക്കാതെ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഈ 3 കല്ലുമൂട് ദേശം അവിടെ നടക്കുന്ന അപകടങ്ങളിൽ നിന്ന് പുറത്തെടുക്കുന്നത് വണ്ടി വെട്ടിപ്പൊളിച്ച ഫയർഫോഴ്സുകാർ വന്ന അത്രമാത്രം വലിയ അപകടത്തിൽ നിന്ന് ഡോറ് തുറന്ന് പുറത്തിറക്കിയെങ്കിൽ അവൻ എത്ര വലിയവനാ. അതുപോലെ അവിടെ പതിയിരുന്നേ, നീ ചാടിയാൽ നിന്നെ ഞാൻ വിഴുങ്ങാമെന്നും പറഞ്ഞ് എന്നെ പുറകിൽ നിൽക്കുന്നവൻ എന്നെ കാക്കും. എൻ്റെ ഒപ്പമുള്ളവൻ എവിടെ എന്നെ കാക്കും. ഞാൻ എവിടെ പോയാലും അവൻ തൻ്റെ ദൂതന്മാരെ എന്നോടൊപ്പം അയച്ചിട്ടുണ്ട്. നീ ഒന്ന് മാത്രം ചെയ്, നിന്റെ നാവിന്മേൽ സ്തോത്രം മുഴക്ക്, നിന്റെ നാവിന്മേൽ സ്തോത്രം ചൊല്ല്. നീ ഇറങ്ങുമ്പോൾ സ്തോത്രം. എനിക്കില്ലാതിരുന്നൊരു ശീലമാണ്. ആഹാരം കഴിക്കുമ്പോൾ സ്തോത്രം പറയത്തില്ലായിരുന്നു. ഇപ്പോൾ എൻ്റെ കയ്യിൽ ആഹാരം കിട്ടിയാൽ ഒരു നിമിഷം ഞാൻ ആഹാരത്തിന്മേൽ കൈവച്ചിട്ട് പറയും, എനിക്കിത് തന്നതിനായി സ്തോത്രം. അർഹതയില്ലാത്ത എനിക്ക് ഈ ആഹാരം തന്നതിനായി സ്തോത്രം. കയ്യിൽ ജോലി ചെയ്ത് പൈസ കിട്ടുമ്പോൾ പറയും, ഈ അർഹതയില്ലാത്ത, നന്ദി പറഞ്ഞാൽ വാങ്ങിക്കണേ, ഞാൻ ജോലി ചെയ്തുകൊണ്ടാണ് കിട്ടിയേ, നന്ദി പറയും. ദൈവമേ, എനിക്കിത് കിട്ടിയത് അപ്പനോടൊപ്പം നിന്നത് കൊണ്ടാ, ഇത് തന്നതിനായി സ്തോത്രം. സ്തോത്രം ചൊല്ലുമ്പോൾ അത് വർദ്ധിക്കും. ഇന്നലെ നീ ചോറ് കഴിച്ചതാണെങ്കിൽ നാളെ നിനക്ക് നല്ലപോലെ അൽഫാം കഴിക്കാം. 100 രൂപയുടെ ചോറ് കഴിച്ചവന് 340 രൂപയുടെ അൽഫാം കഴിക്കാന്നാ പറഞ്ഞേ. നിന്നെ അവൻ അങ്ങനെയാ സ്നേഹിക്കുന്നേ. അതെ, ഒരു യോഗ്യതയുമില്ല. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, ചെറിയ കടകളിൽ കയറി കഴിക്കേണ്ട നിന്നെ വലിയ കടകളിൽ കൊണ്ട് കഴിക്കുമാറാക്കുന്ന ദൈവം, അതാ അവൻ്റെ സ്നേഹം. ഒന്ന് ചിന്തിച്ച് നോക്കിയേ, കൃപ കിട്ടുന്നത് അങ്ങനെയാ, സൗജന്യമായി കിട്ടുന്നേ. ആ നാവിൽ നിന്ന് സ്തുതി വന്നാൽ മതി, സ്തോത്രം മുഴക്കിയാൽ മതി. ഹല്ലേലൂയ. അതുപോലെ കൃപ ലഭിച്ച ഒത്തിരി പേരെ നമുക്ക് വചനങ്ങളിൽ കാണുവാൻ സാധിക്കും. എന്നെപ്പോലെ സാക്ഷിയായവർ വചനത്തിനകത്ത്, എനിക്ക് മുമ്പേ സാക്ഷിയായവർ. ഹല്ലേലൂയ. ലൂക്കോസിൻ്റെ സുവിശേഷം 1:26-31 വായിക്കുമ്പോൾ നമുക്കൊരു കൃപ ലഭിച്ച സ്ത്രീയെക്കുറിച്ച് കേൾക്കാം. നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള വാക്യം അത്, എടുത്തു പറയേണ്ട കാര്യമില്ല. നമ്മുടെ യേശുവിൻ്റെ പ്രിയ മാതാവ്. ഹല്ലേലൂയ. അർഹിക്കാത്തൊരു ദൂതൻ വന്ന് പറഞ്ഞു, നിന്റെ ഉദരത്തിന്മേൽ ഒരു ശിശു ഉരുവാകും. ഹല്ലേലൂയ. ഇതെങ്ങനെ സംഭവിക്കും? ഒരു ചോദ്യമാ. അവൻ്റെ കൃപ ലഭിച്ചത് കൊണ്ടാത്. നിന്റെ ഉദരത്തിന്മേൽ ഒരു ശിശു. ഹല്ലേലൂയ. എന്നാൽ അത് ഭവിക്കട്ടെ. നിന്റെ മേലൊരു പാപം വീഴട്ടെ, നിന്റെ മേലൊരു കഷ്ടത വരട്ടെ, എനിക്ക് എൻ്റെ അപ്പൻ കൃപ തരാമെന്നുള്ള വിശ്വാസത്തോടെ ഇത് ഏറ്റെടുത്ത് നോക്കിയേ, പൂർണ്ണ സന്തോഷം പിന്നെ ലഭിക്കും. പുറത്ത് കൊണ്ടുവരുമെന്നാ പറയുന്നേ. ഇതെങ്ങനെ സംഭവിക്കുമെന്ന് ചോദിച്ചു. കർത്താവ് നിന്നോട് കൂടെ ഉണ്ട്. നിന്നോട് കൂടെ അവൻ ഉള്ളത് കൊണ്ട്. അവിടെ മാത്രമാണോ അത്ഭുതം കിട്ടിയത്? അവളുടെ വയറ്റിൽ, ആ പ്രിയ മാതാവിൻ്റെ വയറ്റിൽ, ആ പ്രിയ മാതാവിൻ്റെ ഉള്ളിൽ തന്നെ ഒരു കുഞ്ഞ് ഉരുവായപ്പോൾ ഒരു മച്ചിയുടെ വയറും തുറക്കപ്പെട്ടു. ഹല്ലേലൂയ. മനസ്സിലായവർ സ്തുതിച്ചാട്ടെ. നിനക്ക് മാത്രമല്ല, നിന്റെ സഭയിൽ മച്ചി എന്ന് പറഞ്ഞവൾക്കും ഒരു കുഞ്ഞ് ലഭിച്ചു എന്നാ പറഞ്ഞേ. നിന്റെ സഭയിൽ ചർച്ചക്കാരത്തിയായ മച്ചി, ഇവൾ മച്ചി എന്ന് പറഞ്ഞ് ഇവളുടെ കയ്യിൽ കുഞ്ഞിനെ കൊടുക്കരുത്. ഒരു വിവാഹത്തിന് ക്ഷണിക്കില്ല, ഒടും ക്ഷണിക്കാപ്പെടാതെ മാറ്റി നിർത്തപ്പെട്ടവളെ. അവളുടെ വയസ്സിൽ 6-ാം മാസം. ഹല്ലേലൂയ. അതാ ദൈവത്തിൻ്റെ സ്നേഹം. നീ അവൾക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചില്ലേ? അതാ സന്തോഷ വാർത്ത അവിടെ കേൾപ്പിച്ചേ. ഹല്ലേലൂയ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇതാ പ്രാർത്ഥന ശക്തി.
നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതം അനുഗ്രഹമാകും, നമ്മുടെ ഒപ്പമുള്ളവരുടെ ജീവിതം അനുഗ്രഹമാകും. നിന്റെ സഭയ്ക്കകത്തും വളർച്ച വരും, നിന്റെ ദേശത്തിനകത്തും വളർച്ച വരും. നാറ്റം എന്ന് പറയുന്നത് സുഗന്ധമുണ്ടാക്കും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പറയുന്നത് നാറ്റം വഹിച്ച് കിടന്നതിനെ പുറത്ത് കൊണ്ടുവന്നത്. 4 നാളായി നാറിയിട്ട് എല്ലാം ചീഞ്ഞൊഴുകി പോയതാ. പുറത്തൊരു പോറലുമില്ല അത് കൊണ്ടുവന്നുവെങ്കിൽ തന്നെ അതും കൃപയാ. ദൈവത്തിൻ്റെ സ്നേഹം അതാ. നാറും, സ്നേഹിക്കുമ്പോൾ നിറച്ചൊക്കെ നാറും. ആ നാറ്റം സഹിക്കുമെങ്കിൽ കൂടുതൽ ഓജസ്സോടെ, കൂടുതൽ തേജസ്സോടെ ഈ ദേശം മൊത്തം പറയുവാൻ തക്കവണ്ണം എൻ്റെ മേൽ അവൻ അത്ഭുതം ചെയ്തു, എന്നെ നിർത്തി എന്ന് പറയുവാൻ തക്കവണ്ണം നിന്നെ കൊണ്ടുവരുമാറാക്കുന്നവനാണ് എൻ്റെ യേശു അപ്പൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതെ, ആ സ്നേഹം എത്ര വലുതാണെന്ന് ചിന്തിച്ച് നോക്കിയേ. നമ്മൾ പ്രാർത്ഥിച്ചതേ ഉള്ളൂന്ന്. അതിനകത്തൊരു പ്രാർത്ഥന നടന്നു, ദൈവത്തെ സ്നേഹിച്ചു, ഒരു കൃപ അവിടെ കിട്ടിയപ്പോൾ ചർച്ചക്കാരത്തേക്കും കിട്ടി. ഇതാ നമ്മുടെ അപ്പൻ്റെ കൃപ, ഫ്രീ ആയിട്ട് അങ്ങ് തരുക, ചോദിക്കുന്നില്ല. നമ്മളോടൊന്ന് പറയുക, നീ അവനോടൊന്ന് പ്രാർത്ഥിച്ചാൽ മാത്രം മതി, ഒന്ന് കൊടുത്താൽ മാത്രം മതി, ബാക്കി ഞാൻ നോക്കിക്കോളാം. നമ്മൾ പ്രാർത്ഥിക്കുക, നമ്മുടെ ഒപ്പമുള്ള സഹോദരങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. തീരുമാനമെടുത്ത് പ്രാർത്ഥിക്കുക. ഉപവസിക്കാൻ കഴിയുമെങ്കിൽ ഉപവസിച്ച് പ്രാർത്ഥിക്കുക. അവൻ്റെ ജീവിതത്തിൽ അനുഗ്രഹം വരുമ്പോൾ നിൻ്റെ ജീവിതവും അനുഗ്രഹിക്കപ്പെടും. അല്ലാതെ അവിടെ മാത്രമല്ല അനുഗ്രഹം വരുന്നേ, നമ്മുടെ ജീവിതം അവൻ കണക്കിട്ട് കാണും. നീ അവന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിൻ്റെ കണ്ണുനീര് അവൻ കാണും. നമ്മൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനേക്കാളും നല്ലതാ മറ്റൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നേ. നമ്മുടെ കഷ്ടങ്ങൾ മറന്ന്, നമ്മുടെ ഇല്ലായ്മകൾ മറന്ന അവൻ്റെ ഇല്ലായ്മയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നേ. അതിന് സാക്ഷിയായ നമ്മളിവിടെ നിൽക്കുന്നേ. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതവും അനുഗ്രഹിക്കപ്പെടുമാറാകും. ഹല്ലേലൂയ. ഇതുപോലൊരു വ്യക്തിയാണ് നോഹ. നമുക്കെല്ലാവർക്കും അറിയാം. വിശ്വസിച്ചു, കേട്ട വചനത്തിൽ, കേട്ട അരുളപ്പാടിൽ വിശ്വസിച്ചു. ഹല്ലേലൂയ. ഈ ലോകം നശിക്കും, പെട്ടെന്നൊരു പെട്ടകം ഉണ്ടാക്കിക്കോ, അത്രേ കേട്ടുള്ളൂ. വിശ്വസിച്ചു, ഇറങ്ങി പുറപ്പെട്ടു. ആ വാക്ക് കേട്ട് വിശ്വസിച്ചത് കൊണ്ട്, ആ വാക്ക് കേട്ട് വിശ്വസിച്ച് നിന്നത് കൊണ്ട് ഒരാൾ മാത്രമാണ് രക്ഷിക്കപ്പെട്ടെ, 6 പേരും കൂടി രക്ഷിക്കപ്പെട്ടു. തൻ്റെ കുടുംബവും അതിലൂടെ രക്ഷിക്കപ്പെട്ടു. വീണ്ടും ആ ഭക്തൻ ചെന്ന് പറയുക, ഈ ദേശം നശിക്കാൻ പോവുക, എൻ്റെ ഒപ്പം വരുവാനുള്ളവർ വരുവിൻ, ചെന്ന് വിളിക്കുകയാ, പരിഹസിക്കുകയാ. പരിഹസിക്കപ്പെടും. ആ നാമം ഉയർത്തുമ്പോൾ പരിഹസിക്കപ്പെടും. ഓ, ഈ വെറിയത്താണോ പ്രളയമുണ്ടാകുവാൻ പോകുന്നേ? ഇതാ ചോദ്യം. ഈ ചൂട് സമയത്താണോ പ്രളയമുണ്ടാകാൻ പോകുന്നേ? ഹല്ലേലൂയ. നീ എന്താ കാലാവസ്ഥ പ്രവാചകനോ? ഇതാ ചോദിച്ചെല്ലാവരും. ഒന്ന് ചിന്തിച്ച് നോക്കിയേ. നീ എന്താ ഈ കാലം ചിന്തിക്കുന്നവനാണോ? ഈ കാലത്തെക്കുറിച്ച് നീയാണോ പറയുന്നേ? ഇതിനേക്കാളും പ്രായമുള്ള ഞങ്ങളിവിടെ ജീവിക്കുന്നുണ്ട്, ഞങ്ങൾക്കറിയാത്തണോ നിനക്കറിയാവുന്നേ? ഇതേ പരിഹാസമാകട്ടെ. ഇതേ പോകുന്നു ദൈവത്തിൻ്റെ ദൂത് വഹിക്കുന്നവൻ. ഇതും പറഞ്ഞ് പ്രശിച്ചു, ഇതേം പറഞ്ഞ് പരിഹസിച്ചിട്ടുണ്ടാവാം, നിന്ദിച്ചിട്ടുണ്ടാവാം. ഒന്ന് ചിന്തിച്ച് നോക്കിയേ. ആരവസാനം രക്ഷപ്പെട്ടെ? വാക്ക് കേട്ടവൻ, ആ വിളി കേട്ട് ഇറങ്ങിപ്പെട്ടവൻ. ആ വിളി കേട്ട് ഇറങ്ങിപ്പെട്ടവൻ രക്ഷിക്കപ്പെട്ടു എന്നാ പറയുന്നേ. അവൻ രക്ഷപ്പെട്ടു എന്നാ പറയുന്നേ. നിങ്ങൾ ആ വിളി കേട്ടിട്ടുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഇറങ്ങിക്കോ. രക്ഷ നിന്റെ മുൻപിലുണ്ട്, രക്ഷ നിന്റെ മുൻപിലുണ്ട്. കഷ്ടതയുണ്ട്, ഇറങ്ങുമ്പോൾ കഷ്ടതയുണ്ട്, കണ്ണുനീരുണ്ട്, സങ്കടമുണ്ടാകും, ദാരിദ്ര്യമുണ്ടാകും, എല്ലാം നഷ്ടപ്പെട്ടെന്ന് വരാം. കയ്യിലുള്ളതൊക്കെ നഷ്ടമായി ചോർന്നു പോകാം. അതൊക്കെ താൽക്കാലികം. നഷ്ടപ്പെട്ടതിൻ്റെ ഇരട്ടി തിരിച്ചു തരുമെന്നാ പറഞ്ഞേ. യോബിൻ്റെ ജീവിതത്തിൽ നോക്കിയേ. കൃപ ലഭിച്ചപ്പോൾ ഇരട്ടി പങ്കാ കിട്ടിയേ. യോസേഫിനോടൊന്ന് നോക്കിയേ. പൊട്ടക്കിണറിൽ കിടന്നു. സ്വന്തം സഹോദരങ്ങളിലാണ് ആ പൊട്ടക്കിണറിൽ കിടക്കപ്പെട്ടെ. തള്ളിയിടപ്പെട്ടു. അവിടുന്ന് വെറും 20 വെള്ളിക്കാശിന് വിൽക്കപ്പെട്ടു. ഒന്ന് ആലോചിച്ച് നോക്കിയേ. സഹോദരൻ വിൽക്കുമ്പോഴുള്ള വേദന, സഹോദരങ്ങൾ തള്ളിയിടുമ്പോഴുള്ള വേദന. എൻ്റെ പ്രിയ സഹോദരനെ കുഴിയിൽ തള്ളിയിട്ടു, അവിടെ കിടന്ന് എത്രമാത്രം നിലവിളിച്ചിട്ടുണ്ടാവാം. അതിലും വലിയ വേദനയാ വഴിയെ പോയവനൊരുത്തിന് പിടിച്ചു കൊടുക്കുന്നത്. എന്നാ കൊണ്ടുപോയിക്കോ, ഇവനെ കൊണ്ടുപോ. അവിടെ തീർന്നോ? പിന്നെയും അനുഭവിക്കുന്ന കഷ്ടത. ഇതാണ് കഷ്ടതയുടെ കാര്യം. പിന്നത്തിലൊന്ന് ചിന്തിച്ചു നോക്കിയേ. അവൻ ആ കൊട്ടാരത്തിൽ പ്രധാനമന്ത്രിയായെന്നാ പറയുന്നേ.
ആ ദേശത്തിൽ ഈ സഹോദരങ്ങൾ വന്ന് കാണുവാൻ തക്കവണ്ണം ഉയരത്തിലിരിക്കുന്നു എന്നാ പറയണേ. ആരാണോ നിന്നെ തള്ളിയിട്ടത്, ആരാലാണോ നീ നിന്ദിക്കപ്പെട്ടത്, ആരാലാണോ നീ പരിഹസിക്കപ്പെട്ടത്, ആരിലൂടെയാണോ നീ ദേശം വിട്ട് പോകപ്പെട്ടത്, അവർ തന്നെ നിന്നെ കാണും, അവർ തന്നെ നിന്നെ കണ്ട് സ്തുതിക്കും. ഇവൻ ഇത്രയും വലിയത് കിട്ടി, ഹല്ലേലൂയ, ഇവൻ ഇത്രത്തോളം രക്ഷപ്പെട്ടു, ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഞാനും അതിനൊരു സാക്ഷിയാ. നമ്മളെ ദേശത്ത് നിന്ന്, ഞാൻ ജീവിച്ച ദേശത്ത് നിന്ന് ഈ ദേശത്തേക്ക് വന്നപ്പോൾ എല്ലാവരും പറഞ്ഞു രക്ഷപ്പെടുന്നത് കാണാം. അപ്പൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞതാ, യവനോ രക്ഷപ്പെടാൻ കൊണ്ടുപോണത്, രക്ഷപ്പെടുന്നത് കാണാം. ഇതാ പറഞ്ഞേ, വിളിച്ചിരുത്തി ഇറക്കി വിട്ടേ. നമ്മൾ ബ്രഷ് എന്നൊരു കേട്ടിട്ടല്ലേ ഉള്ളൂ. ബ്രഷ് വെച്ച് പുറത്താക്കും പോലെ. പിന്നെ ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല. കുറെ നാൾ ആർക്കും കേൾക്കണ്ട, നമ്മളെക്കുറിച്ച് അറിയണ്ട. അവരെങ്ങനെ പോയാലെന്താ? ഇറങ്ങിയപ്പോ വെക്കോ എന്ന് പറഞ്ഞ് ടാറ്റയും കാണിച്ച് വിട്ടവരവർ. പുറകെ അടുത്ത് കൂടോത്രോ. ഇനി അവൻ രക്ഷപ്പെടരുത്. എവിടെ നിന്ന് രക്ഷപ്പെടുന്ന പുറത്ത് വിട്ടോ, ആ നാട്ടിൽ എന്നെ കൊണ്ട് നിർത്തി, ആ ദേശത്തിൽ എന്നെ കൊണ്ട് നിർത്തി. അതേ നാട്ടിൽ എനിക്കവിടെ പോകുവാൻ സാധിക്കുന്നു, ഹല്ലേലൂയ. ഞാൻ ആ ദേശം വിട്ടു പോന്നു, ഇനി ആ ദേശത്തേക്ക് ഞാൻ ഇല്ല എന്ന് പറഞ്ഞെടുത്താ എന്നെ അവിടെ കൊണ്ട് നിർത്തിയേ. എവിടെയാണോ നീ മാനിക്കപ്പെടേണ്ടത് അവിടെ നിന്നെ അവൻ നിർത്തും. എവിടെയാണോ നീ കഷ്ടപ്പെട്ടത് അവിടെ അവൻ നിർത്തും. ഹല്ലേലൂയ. ഒന്നും ആവത്തില്ല എന്ന് പറഞ്ഞെടുത്ത് എല്ലാം ആക്കുന്നവനാ നിന്റെ അപ്പൻ. ഒന്നും ആവത്തില്ല എന്ന് പറയും, പ്രിയ ജനങ്ങൾ പറയും, ലോകം പറയും, യവനോ ഇറങ്ങിപ്പെട്ടത്, ഇവനൊന്നും ആവത്തില്ല. പ്രിയ ദൈവമക്കളെ, എന്നെ കൊണ്ട് കഴിയുന്നത് പോലെ എൻ്റെ അപ്പൻ എനിക്ക് തരുന്നുണ്ട്. എൻ്റെ അപ്പൻ എത്രമാത്രം എന്നെ സ്നേഹിക്കുന്നറിയോ? ഒരു വീടിൽ ഒരു മുറി വയ്ക്കാൻ എന്നെ സഹായിച്ചു, വാഹനങ്ങൾ എടുക്കാൻ എന്നെ സഹായിച്ചു, ഒരു വലിയ ഒരു തീരുമാനങ്ങൾ എടുക്കുവാൻ എന്നെ എൻ്റെ അപ്പൻ കൃപ ചെയ്ത് ചുമതലപ്പെടുത്തി. ഹല്ലേലൂയ. എത്രമാത്രം എന്നെ കരുതുന്നു, എവിടെയെല്ലാം എൻ്റെ കൂടെ ഇരിക്കുന്നു. പതിയിരിപ്പുകാരൻ മധ്യത്തിൽ എൻ്റെ കൂടെ ഇരിക്കുന്നു. ഹല്ലേലൂയ. കഷ്ടമുണ്ട്, പൊട്ടക്കിണറുണ്ടാവും, കാരാഗ്രഹത്തിൽ കിടക്കേണ്ടി വരും. നിന്നയാ കാരാഗ്രഹത്തിൽ കിടക്കേണ്ടി വരും, കണ്ണുനീരും. അവിടെ നമുക്കറിയാം കാരാഗ്രഹം എന്താ, നമുക്ക് നേരെ നിൽക്കാൻ കഴിയുമോ? അവിടെ നിന്നും ഉണ്ടാവും ഒരു മനസ്സലിവ്. ആരാണോ നിന്നെ അടയ്ക്കപ്പെട്ടത് അവൻ്റെ തൻ്റെ മനസ്സിനെ തുറക്കുന്നവനാ നിന്റെ അപ്പൻ. ആരിലൂടെയാണോ നീ അതിനകത്തകപ്പെട്ടത് അവർ തന്നെ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. അവർക്ക് വേണ്ടി നീയും പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. എത്ര സന്തോഷത്തോടെ എനിക്ക് പറയുവാൻ സാധിക്കുന്നു, ഇതാണ് അപ്പൻ്റെ സ്നേഹം, ഇതാണ് അപ്പൻ്റെ കൃപ. എത്ര സന്തോഷമുള്ള കൃപയാ. എൻ്റെ സന്തോഷത്തോടെ എനിക്ക് പറയുവാൻ സാധിക്കുന്നു, എൻ്റെ അപ്പൻ എത്രമാത്രം എന്നെ സ്നേഹിക്കുന്നു എന്ന്. ഹല്ലേലൂയ. എത്രമാത്രം എന്നെ സ്നേഹിക്കുന്നവനാ. ഹല്ലേലൂയ. എഫെസ്യർക്ക് എഴുതിയ ലേഖനം 2:4-5 വാദിക്കുമ്പോൾ ഇങ്ങനെ കാണുവാൻ സാധിക്കുന്നു, കരുണാസമ്പന്നായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോട് കൂടെ ജീവിപ്പിക്കുകയും കൃപയാലത്രേ നിങ്ങൾ രക്ഷിക്കപ്പെട്ടുമിരിക്കുന്നു. ഹല്ലേലൂയ. കൃപയുള്ളവനാ, കരുണയുള്ളവനാ. നമ്മുടെ അതിക്രമങ്ങളില്ല ഇന്നലകൾ, അതിലേക്ക് നോക്കിയാൽ എത്ര മാത്രമാ സ്നേഹിക്കുന്നേ, എത്ര മാത്രമാ അവൻ നമ്മോട് കരുണ കാട്ടുന്നേ, എത്ര മാത്രമാ കരുണ കാട്ടുന്നേ. ഹല്ലേലൂയ. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, പോയ ലോകത്തിൽ നിന്ന് തിരിച്ച് വിളിച്ച് ഇവിടെ കൊണ്ട് നിർത്തിയെങ്കിൽ, അവൻ്റെ നാമം ഉയർത്തുമാറാക്ക് നിന്റെ നാവിന്മേൽ അധികാരപ്പെടുത്തിയെങ്കിൽ അത് തന്നെ ഒരു കരുണയാ, അത് തന്നെ ഒരു കരുണയാ. ഇന്ന് നീ അവൻ്റെ നാവിന്മേൽ നിന്ന് നീ വചനം കേൾക്കുന്നുവെങ്കിൽ അത് കൃപയാ. നീ വചനം കേൾക്കുന്നെങ്കിൽ കൃപയാ. കരുണയുള്ള ദൈവം കൃപയുള്ള വചനം എൻ്റെ മേൽ തരാമാറാക്കി. ഹല്ലേലൂയ. എന്നോടപ്പന് കരുണ തോന്നി, നിങ്ങൾക്ക് കൃപയും ലഭിച്ചു. ഹല്ലേലൂയ. ഇതാണ് ദൈവത്തിൻ്റെ സ്നേഹം. എത്രമാത്രം വർണ്ണിച്ചാലും മതി വരികയില്ല. ഹല്ലേലൂയ. സംഖ്യാപുസ്തകം 14:17 വായിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കാണുവാൻ സാധിക്കുന്നു, യഹോവ ദീർഘക്ഷമയും മഹാദയമുള്ളവൻ, അകൃത്യവും ലംഘനവും ക്ഷമിക്കുന്നവൻ. ഹല്ലേലൂയ. എത്രമാത്രം ദീർഘക്ഷമയും മഹാദയും. കരുണ മാത്രമാണോ ഉള്ളേ? ദീർഘക്ഷമയുണ്ടെന്നാ പറയുന്നേ. നമ്മുടെ അപ്പൻ്റെ ദീർഘക്ഷമയോ ഈ ലോകത്തിൽ ആർക്കും ഉണ്ടാകത്തില്ല. അവൻ ക്ഷമിക്കുന്നത് പോലെ ഈ ലോകത്തിൽ മറ്റാർക്കും ക്ഷമിക്കുവാൻ കഴിയുകയില്ല. ഹല്ലേലൂയ.
ഹല്ലേലൂയ. 1 പത്രോസ് 5:7 വായിക്കുമ്പോൾ ഇങ്ങനെ കാണാൻ സാധിക്കുന്നു, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേലിട്ടുകൊള്ളുവിൻ, അവൻ നിങ്ങൾക്ക് വേണ്ടി കരുതുമെന്നാണ് പറയുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾ വ്യാകുലപ്പെടേണ്ട, നിങ്ങളുടെ സങ്കടങ്ങളെ ഓർത്ത് കരയേണ്ട, നിങ്ങളുടെ ഭാരങ്ങളെ ഓർത്ത് വിലപിക്കേണ്ട. അവൻ്റെ കയ്യിൽ കൊടുക്ക്, നിന്റെ സങ്കടത്തെ അവൻ്റെ കയ്യിൽ കൊടുക്ക്, അവൻ ഇരട്ടിയായി തിരിച്ചു തരുമെന്നാണ് പറയുന്നത്. ഇരട്ടിയായി നിന്റെ ഇന്നത്തെ ഈ കണ്ണുനീരിനെ മാറ്റുവാൻ, എൻ്റെ ഇന്നത്തെ ഇല്ലായ്മയെ മാറ്റുവാൻ, എൻ്റെ ഇന്നത്തെ ഈ കഷ്ടതയെ മാറ്റുവാൻ എൻ്റെ അപ്പന് സാധിക്കും. ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ ഈ വചനത്തിൽ ഉറച്ചു വിശ്വസിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൃപയുള്ളവൻ, ക്ഷമിക്കുന്നവൻ, കരുണയുള്ളവൻ. തീർന്നോ? ഹല്ലേലൂയ. 2 കൊരിന്ത്യർ 1:4 പറയുന്നു, ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ആശംസ കൊണ്ട് ഞങ്ങൾ ഏതൊരു കഷ്ടത്തിലുമുള്ളവരെ ആശ്വസിപ്പിക്കാൻ ശക്തരാക്കേണ്ടതിന് ഞങ്ങൾക്ക് കഷ്ടത്തിലൊക്കെ അവൻ ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നു. ഹല്ലേലൂയ. തിരിച്ചവർ ദൈവത്തെ സ്തുതിച്ചാട്ടെ. കഷ്ടത്തിലുള്ളവരെ ആശ്വസിപ്പിക്കാൻ, ഹല്ലേലൂയ, അവൻ നിങ്ങളെ ആശ്വസിപ്പിക്കുന്നു. നിന്നെ ആശ്വസിപ്പിക്കുന്ന കർത്താവ്, ഹല്ലേലൂയ, നിന്നെ ആശ്വസിപ്പിക്കുന്ന കർത്താവ്. നീ കണ്ണുനീരോടെ ആയിരിക്കുമ്പോൾ, സങ്കടത്തോടെ ആയിരിക്കുമ്പോൾ നിന്റെ അടുത്ത് വന്നിരുന്ന് മകനെ, മകളെ എന്ന് പറഞ്ഞ് നിന്നെ ആശ്വസിപ്പിക്കുന്ന കർത്താവ്. മരണത്തിലേക്ക് പോകുമ്പോൾ നിന്നെ പുറകിൽ നിന്ന് പിടിച്ചു മാറ്റുന്ന കർത്താവ്. അതാ ഞാൻ പ്രാർത്ഥിച്ചു തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞേ, ഞാൻ ചെന്നത് ഒരു വിഴുങ്ങുവാനിരിക്കുന്ന സർപ്പത്തിൻ്റെ മുൻപിൽ, അവിടെ നിന്ന് എന്നെ ആശ്വസിപ്പിച്ച് പുറത്ത് കൊണ്ടുവന്നുവെങ്കിൽ നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്നാ പറഞ്ഞേ. എന്നോട് എൻ്റെ അപ്പൻ പറഞ്ഞു, നീ ഭയപ്പെടേണ്ട, നീ നോക്ക്, അവൻ നിന്നെ കാണുമ്പോൾ തിരിഞ്ഞു പോകും. ഹല്ലേലൂയ. ചീറിയവൻ തിരിഞ്ഞു പോയെന്നാ പറഞ്ഞേ. സാക്ഷിയോ പറഞ്ഞേ, കാത്തിരുന്നവൻ സ്തോത്രത്തോടെ അടുത്ത് ചെന്നപ്പോൾ തിരിഞ്ഞു പോയെന്നാ പറയുന്നേ. ഹല്ലേലൂയ. ഇതാണ് നമ്മളിലുള്ള വേദന തിരിച്ചറിയണ്ടേ. കാത്തിരിക്കും, സ്തോത്രം പറഞ്ഞു നോക്കി, അതവിടെ തീരും. ഹല്ലേലൂയ. തീർക്കും. നിന്റെ അപ്പൻ അത്രത്തോളം നിന്റെ സ്നേഹം ഉണ്ടെന്നാണ് പറയുന്നത്. അവൻ സ്നേഹിക്കുമെന്നാണ് പറയുന്നത്. ഹല്ലേലൂയ. അതാ യോഹന്നാൻ സുവിശേഷം 3:16 പറയുന്നേ, തൻ്റെ ഏകജാതനായ പുത്രൻ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ഹല്ലേലൂയ. അവൻ നമ്മെ സ്നേഹിക്കുന്നത് അവൻ്റെ പുത്രനെ തന്നെ തന്ന, അവൻ്റെ പുത്രനെ തന്നെ നമുക്കായി നൽകിയാണ് അവൻ നമ്മെ സ്നേഹിച്ച്. എത്രമാത്രം സ്നേഹം നമ്മോടുണ്ട്. ആ സ്നേഹമില്ല എങ്കിൽ നമ്മളെല്ലാം ഇന്നും ആ നോഹയുടെ കാലത്ത് ജീവിച്ചിരുന്ന ആളുകളെ പോലെ ആയേനെ. പരസ്പരം തിരിച്ചറിയുവാൻ കഴിയാതെ കലഹിക്കുന്നവരായി, പരസ്പരം തല്ലുകൂടുന്നവരായി, സ്നേഹിക്കാത്തവരായി. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, നമ്മുടെ ഹൃദയങ്ങൾ എന്തുമാത്രം വിശാലത വന്നു. ഒരാളുടെ കഷ്ടത കാണുമ്പോൾ നമുക്ക് പോയി ആശ്വസിപ്പിക്കാൻ കഴിയുന്നു. ദൈവം കൂടെ ഉള്ളതുകൊണ്ട് ആശ്വസിപ്പിക്കാൻ കഴിയുന്നേ. ഒരുത്തൻ കഷ്ടതയിലായിരിക്കുമ്പോൾ നിന്റെ കണ്ണിൽ കരുണ തോന്നിയോ, നിന്റെ ഹൃദയത്തിൽ കരുണ തോന്നിയോ, ആ കരുണ ദൈവം ഹൃദയത്തിൽ തന്നതുകൊണ്ടാ. ഹല്ലേലൂയ. അതേ, അവൻ്റെ കഷ്ടതയോർത്ത് എനിക്ക് സഹായിക്കാൻ പറ്റിയെങ്കിൽ, ചിലപ്പോൾ പറ്റിയെന്ന് വരത്തില്ല, പറ്റിയെങ്കിൽ എന്ന് ചിന്തിക്കുമ്പോൾ തന്നെ നിനക്കവൻ വഴികളെ തുറക്കും. നീ ചിന്തിക്കുമ്പോൾ അവൻ വഴി തുറക്കും. പറ്റിയെങ്കിലും നല്ല, നിന്നെ കൊണ്ട് പറ്റുമെന്ന് അവൻ പറയും. ഹല്ലേലൂയ. ഇല്ലായ്മകളെ നിറയ്ക്കുവാൻ നിന്റെ അപ്പന് സാധിക്കും. നമ്മളിവിടെ നിൽക്കുമ്പോൾ ഒന്ന് ചിന്തിച്ചാൽ മതി, ഞാനും ഒന്നുമില്ലാത്തത് ഇറങ്ങിയതാ. പ്രിയ കർത്തൃദാസനും അങ്ങനെ തന്നെയാ. അവരുടെ ജീവിതങ്ങൾ അവർ എപ്പോഴും പറയാറുണ്ട്. നിങ്ങൾ ലൈവുകൾ കേട്ടാൽ കേൾക്കുവാൻ സാധിക്കും, നിങ്ങൾ ലൈവുകൾ അറിയാൻ സാധിക്കും. വെറും ഒരു ഓൾട്ടോ കാറിൽ ചുറ്റി നടന്നവർക്ക് ഇന്ന് വലിയ വാഹനം കൊടുത്തു എന്നാണ് പറയുന്നത്. എത്രമാത്രം കൃപയാത് ഒന്ന് ചിന്തിച്ച് നോക്കിയേ. ഒരു ബൈക്കിൽ പോകേണ്ട നമ്മളെ സുരക്ഷിതമായി കാറിൽ കൊണ്ടുപോകുമാറാക്കുന്നത് അപ്പന. ഒരു ഓടിട്ട കെട്ടിടത്തിൽ അല്ലെങ്കിൽ ഒരു ഓല വാർത്ത കെട്ടിടത്തിൽ കിടക്കേണ്ട നമ്മളെ കോൺക്രീറ്റ് കെട്ടി കിടത്തുന്നതും അപ്പൻ്റെ കൃപയാ. ഇല്ലായ്മകളെ നിറയ്ക്കുന്നവന്. നമുക്ക് യോഗ്യതയുണ്ടോ? നമ്മുടെ യോഗ്യത ഉള്ളവരാണോ? നമ്മളെ പൂർവ്വകാലത്ത് ചിന്തിച്ച് നമുക്ക് ഒരു യോഗ്യതയുമില്ല ഈ ദേശത്ത് നിൽക്കുവാൻ, ഇങ്ങനെ നിൽക്കുവാൻ, ഈ പ്ലാറ്റ്ഫോമിൽ നിൽക്കുവാൻ, ഇങ്ങനെ പ്രസംഗിക്കുവാൻ. ഒരു യോഗ്യതയും ഇല്ലാത്ത നമ്മളെ യോഗ്യതയുള്ളവരാക്കി തീർക്കുന്ന അപ്പൻ എത്രമാത്രം സ്നേഹിക്കുന്നു. പ്രിയ ദൈവമക്കളെ, നിങ്ങൾ ആ അപ്പൻ്റെ കരത്തിൽ താഴ്ന്നു കൊടുത്തു നോക്കിയേ. നിങ്ങൾ അപ്പൻ്റെ കരങ്ങളും താഴ്ന്നു നോക്കിയേ. നിങ്ങളുടെ ഹൃദയങ്ങളെ ആ കരങ്ങളിലൊന്ന് വിട്ടുകൊടുത്ത് നോക്കിയേ. അപ്പൻ്റെ സ്നേഹം തിരിച്ചറിയുവാൻ കഴിയും. ആ അപ്പൻ്റെ സാന്നിധ്യം നിങ്ങൾക്ക് തിരിച്ചറിയുവാൻ കഴിയും. ഹല്ലേലൂയ. എല്ലാ കണ്ണുകളും നിമിഷം അടഞ്ഞാട്ടെ. നമുക്ക് അപ്പൻ്റെ സന്നിധിയിലേക്കൊന്ന് പോകാം. ആ സന്നിധിയിൽ ആ സ്നേഹമൊന്ന് അറിഞ്ഞു വരാം. ഹല്ലേലൂയ. ഓ അപ്പനെ, ഞാൻ എൻ്റെ ഇന്നലകളെ, അപ്പനെ ഞാൻ
ഉപേക്ഷിക്കുന്നു. എനിക്ക് ഇന്ന് മുതൽ എൻ്റെ അപ്പൻ്റെ കൃപ വേണം, ആ കരുണ വേണം, എൻ്റെ അപ്പൻ്റെ സ്നേഹം വേണം. അപ്പൻ എന്നോട് സ്നേഹിക്കുന്നത് പോലെ എനിക്ക് എൻ്റെ ഒപ്പമുള്ളവരെയും സ്നേഹിക്കണം. ഞാൻ ഇന്നലെ വരെ വിഷമിച്ചിരുന്ന മുഖം ഇന്ന് എനിക്ക് മുഖത്ത് നോക്കി ചിരിക്കുമാറാക്കണം. എൻ്റെ മുഖത്ത് നിന്നും ചിരി വരണം. എൻ്റെ കണ്ണുനീരുകൾ മാറുമ്പോൾ തന്നെ ഒരു പുഞ്ചിരി മറ്റുള്ളവരുടെ മുഖത്ത് നോക്കി ആശ്വസിപ്പിക്കാൻ തക്കവണ്ണം എന്നെ കൊണ്ടുവരണം. അപ്പനെ എൻ്റെ കരമൊന്ന് പിടിച്ചാട്ടെ, എൻ്റെ അപ്പനെ എൻ്റെ ചാരത്തൊന്ന് വന്നിരുന്നാട്ടെ, ആ സ്നേഹത്തോടെ ഒന്നൊന്ന് ചേർത്ത് പിടിച്ചാട്ടെ. ആരൊക്കെയോ ആ സ്നേഹം തിരിച്ചറിയുന്നു, ആ സാമീപ്യം തിരിച്ചറിയുന്നു. ഹല്ലേലൂയ. കോമള രൂപനായ അപ്പൻ നിന്റെ അടുക്കലേക്ക് കടന്നു വരികയാ. ഹല്ലേലൂയ. ഓ, എല്ലാവരും കാത്തു നിൽക്കുന്നത് പോലെ നീ നിന്റെ ഹൃദയം കൊണ്ട് കാത്തു നിൽക്കുകയാ. നിന്റെ അപ്പൻ നിന്റെ അടുക്കിലേക്ക് പടന്നു വരികയാ. ഓ, ആ കോമള രൂപനായവൻ, ആ ചിരിയുള്ളവൻ, ആ പുഞ്ചിരിയുള്ളവൻ, ആരെയും ആശ്വസിപ്പിക്കാൻ കഴിയുന്നവൻ, ആരെയും സ്നേഹിക്കാൻ കഴിയുന്നവൻ, ആരോടും വിദ്വേഷമില്ലാത്തവൻ, ആരോടും വിരോധമില്ലാത്തവൻ നിന്റെ അടുക്കിലേക്ക് കടന്നു വരികയാ. ആ കരത്തിലേക്ക് ഒന്ന് ചായുവാൻ നിനക്ക് തോന്നില്ലേ? ആ തുണിത്തുമ്പിലെങ്കിലും ഒന്ന് തൊടാൻ കഴിഞ്ഞുവെങ്കിലത് അപ്പനെ എനിക്ക് ആ തുണിത്തുമ്പിലെങ്കിലും ഒന്ന് തൊടാൻ കഴിഞ്ഞെങ്കിൽ, ആ മുഖത്തേക്ക് എനിക്ക് ഒറ്റ നോക്കാൻ കഴിഞ്ഞെങ്കിൽ, ഓ, എല്ലാ ഹൃദയങ്ങളും ഒന്ന് പൊട്ടിക്കരഞ്ഞാട്ടെ. ആ ഹൃദയങ്ങൾ അലിക്കുമാറാക്കുന്ന എൻ്റെ അപ്പനെ ആ സാന്നിധ്യം തിരിച്ചറിയുന്നു. ഓ, ആ ഉയരത്തിലിരിക്കുന്ന എന്നെയും താഴ്ത്തി ഏൽപ്പിക്കുന്നു. അപ്പനെ ഞാൻ ഏറ്റവും താഴെ നിൽക്കുകയാണ്. അപ്പൻ്റെ മുൻപിൽ നിൽക്കുമ്പോൾ ഞാൻ ഒന്നുമല്ല, എനിക്ക് ഒരു യോഗ്യതയുമില്ല. എൻ്റെ ചാരത്ത് വന്നാട്ടെ അപ്പനെ, എൻ്റെ അടുത്തുകൂടെ ഒന്ന് പോയാട്ടെ. ആ സ്നേഹം തിരിച്ചറിയുവാൻ, ആ കോമള രൂപം ഒന്ന് കാണുവാൻ, ആ കോമള രൂപം കണ്ടൊന്ന് ആനന്ദിപ്പാൻ, എൻ്റെ കഷ്ടത മാറുവാൻ, എൻ്റെ നിരാശകളെ തുടയ്ക്കുന്നവനെ. ഓ, ആ സ്നേഹം ഞാൻ തിരിച്ചറിയുന്നു, ആ സാന്നിധ്യം ഞാൻ തിരിച്ചറിയുന്നു. ഒരപ്പൻ തൻ്റെ മക്കളെ നെഞ്ചോട് ചേർക്കുന്നത് പോലെ ചേർത്ത് പിടിക്കുകയാ. ആ ശരീരം വിറയ്ക്കുമാറാറ്. ഓ, ആ കരത്തിൻ കീഴിൽ നീ സേഫ് ആകുകയാ. ആ കരത്തിൻ കീഴിലേക്ക് നീ താഴെ കൊടുത്തേ, ആ കരത്തിൻ കീഴിലേക്ക് നീ ഒന്ന് സമർപ്പിച്ചേ. അവൻ നിന്നെ ചേർത്ത് പിടിക്കുക. ഒരിടയൻ തൻ്റെ ആടിനെ തൻ്റെ തോളിലേറ്റുന്നത് പോലെ നിന്നെ അവൻ അവൻ്റെ തോളിലേക്ക് ചാച്ചെടുക്കുകയാ. ഓ, റബല ബൗഡവ ഭൗഷ്യസ്യാനന്ദേ. മനസ്സലിയണമേ അപ്പ. ഭാരങ്ങളോടെ ആയിരിക്കുന്നവർ മനസ്സലിയണമേ കർത്തനെ. രോഗത്തോടെ ആയിരിക്കുന്ന മനസ്സലിയണമേ അപ്പനെ. എൻ്റെ കുറവുകളെ ഒന്നും ഓർക്കല്ലേ അപ്പ. ഏറ്റു പറഞ്ഞാട്ടെ, എൻ്റെ കുറവുകളെ ഒന്നും ഓർക്കല്ലേ അപ്പ. ഓ, രക്ഷാരമദീബല ഭൗഷ്യസ്യ. ഞാൻ ഏൽപ്പിക്കുന്നു ആ തിരുസന്നിധിയിൽ, ആ കരത്തിൻ കീഴെ, ആ പാദത്തിൻ കീഴെ അപ്പനെ ഞാൻ താഴ്ത്തി സമർപ്പിക്കുന്നു. എന്നെ ഒന്ന് തൊട്ടാട്ടെ, എന്നെ ഒന്ന് സ്നേഹിച്ചാട്ടെ. ഓ, ക്ഷാരബലബല ഭൗഷ്യസ്യാനന്ദേ. ആ സ്നേഹത്തിനായി സ്തോത്രം. നന്ദി അപ്പനെ, നന്ദി രാജാവേ, നന്ദി യേശുവേ. കൊണ്ടുവന്നതിനായി സ്തോത്രം, നമ്മളെ ഒരുമിച്ചാക്കിയതിനായി സ്തോത്രം. അപ്പനെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥനയോടെ അങ്ങയുടെ സന്നിധിയിലായിരിക്കുന്നു. പ്രൈഷർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രൈഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രൈഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള MS പ്ലാസയിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.